മൂവി ബ്ലാസ്റ്റ് എന്ന് പേരുള്ള ഇപ്പം സോഷ്യൽ മീഡിയ ഫുള്ള് നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നത് ഈ മൂവിയുടെ മറ്റേ പോർഷൻസ് കട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച് ഇറ്റ്. കാരണം ഞാൻ അങ്ങനെ ഫൈറ്റ് മൂവീസ് എസ്പെഷ്യലി തമിഴ് മൂവീസ് ഞാൻ ഒറ്റയ്ക്ക് പോയി കാണാറില്ല. കാരണം എനിക്ക് ലാംഗ്വേജ് ഇഷ്യൂ ഉള്ളത്, ലാംഗ്വേജ് മനസ്സിലാവാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതെന്തോ ലൈക്ക് ഗേറ്റ് ട്രെയിനർ രീതിയിൽ ഞാൻ പോയത്. എൻ്റെ പൊന്നോ, ഗൂസ് ബംസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ചില്ലർ ഗൂസ് ബംസ് അല്ല. പക്ഷെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ഓളമുള്ള ആൾക്കാർ വരുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തിയേറ്ററിൽ പോയി കാണണം. ഞാൻ പോയ തിയേറ്റർ അടിപൊളി, പക്ഷെ വന്ന ആൾക്കാർ ഭയങ്കര ചത്തിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ആ ഒരു ഓവർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. അതർ ദാൻ ദാറ്റ് ദ മൂവീസ് എനിക്ക് പറ്റിയ ഓവർ 1000+ ഈ മൂവി അധികം ആൾക്കാരില്ല എന്ന് തോന്നുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വളരെ കുറച്ച് തിയേറ്ററുകളിലാണ് ഓടണമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ നോക്കിയെടുത്തോളം എനിക്ക് വളരെ കുറച്ച് തിയേറ്ററുകളിൽ കാണാൻ പറ്റുള്ളൂ. സോ ഞാൻ മാറിപ്പോകുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് പോയി കാണാമെന്ന് വെച്ചാൽ പോയി കണ്ടതാണ്. ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ്. അത് വന്നവനും നിന്നവനും പോയവനും എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു ഫാമിലിയിൽ 4 പേര് ഫയർ എന്നൊക്കെ പറയണെങ്കിൽ ചുമ്മാ തീയടാന്നൊക്കെ പറയില്ലേ, അമ്മാതിരി സാധനം. പല സീൻസും കാണുമ്പോൾ നമുക്കിന്റെ എന്തൊരു ഹാപ്പിനെസ് ആണെന്നറിയാം. ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും ചില സീൻസ് ഒക്കെ കാണുമ്പോൾ. എനിക്ക് അതിൻ്റെ ആ ഒരു ഗൂസ് ബംസ് എനിക്ക് ഇപ്പോഴും പോയിട്ടില്ല. ഞാൻ അങ്ങനെ ഇങ്ങനെ ഗൂസ് ബംസ് വന്നിട്ട് ലിറ്ററലി സച്ച് എ നൈസ് മൂവി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലൈക്ക് ഒറ്റയ്ക്ക് പോയി കാണുമ്പോൾ പോലെ ഞാൻ വിചാരിച്ചില്ല ഇത്രയും എക്സൈറ്റ്മെന്റ് ഞാൻ ഇരുന്ന് കാണുന്നത്. കാരണം എനിക്ക് ഈ ഫൈറ്റ് മൂവീസിനോട് അത്ര ഇഷ്ടമുള്ള ഒരാളല്ല ഞാൻ. ഒപ്പം അതുപോലെ തന്നെ ഈ തമിഴ് മൂവീസ് ആണെങ്കിലും എനിക്ക് മനസ്സിലാവാത്ത കുറച്ച് പ്രശ്നങ്ങളുള്ളത് കൊണ്ട്, പക്ഷെ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഈ മൂവിക്ക് ഉണ്ടായേ ഇല്ല. തിയേറ്റർ വാച്ച് മസ്റ്റാണ്. അത് തിയേറ്റർ പോയിട്ട് കാണുമ്പോഴാണ് ഒരു ഓളം കിട്ടുള്ളൂ. ഇറ്റ്സ് റിയലി ഗുഡ്.